മറ്റൊരു റിപ്പോർട്ടിലേക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് ഒളിച്ചു കളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ തലത്തിൽ നിലപാടില്ല, സംശയമില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മയിൽ ആയിരങ്ങളാണ് കൈകോർത്തത്. നിയമത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്ത കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ചട്ടം വന്നു. ഈ ചട്ടം വന്നപ്പോ വീണ്ടും പഴയ അതേ രീതിയിലുള്ള ലോക പ്രതിഷേധമുയർന്നു. ഈ ഘട്ടത്തില് നമ്മുടെ രാജ്യത്ത് നിലപാടില്ലാത്ത ഒരു കൂട്ടരില്ലേ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് അധ്യക്ഷൻ ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോ ആലോചിച്ച് പറയാന്നാണ്. നമ്മുടെ കോൺഗ്രസിന്റെ MP-മാര് സാങ്കേതികമായി എതിർത്തു എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ പോയി ഒളിച്ചു. ഇതിനെ ഫലപ്രദമായി എതിർക്കാൻ തയ്യാറായില്ല. ഇതിനെതിരെ അവരുടെ ശബ്ദം വേണ്ടത്ര പൊങ്ങിയില്ല. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ യോജിച്ച പ്രതിഷേധത്തിൽ നിന്ന് പ്രതിപക്ഷം പെട്ടെന്ന് ചുവടുമാറ്റി. നിയമത്തിനെതിരായ പോരാട്ടത്തിൽ മുൻനിരയിൽ LDFും LDF സർക്കാരും ഉണ്ടാകുമെന്നും സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംഘപരിവാറിന്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണ് എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDFും LDF സർക്കാരും ഉണ്ടാകും. ഏത് ത്യാഗം സഹിച്ചും ഈ പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഈ സംഘപരിവാർ ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. LDFന്റെയും വിവിധ സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.